ഹായ് എവ്രി വൺ. അങ്ങനെ നമ്മുടെ ലാലേട്ടന് ഭീഷണി മക്കളെ. ഒരു കാര്യം പറയുകയാണ്, ആരാണ് ലാലേട്ടൻ? നമ്മളെല്ലാവരും ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. നിങ്ങൾ കളിക്കുന്നത് ലാലേട്ടനെ വെച്ച് കളിക്കണ്ട എന്ന് അനുമോളുടെ ഫാമിലിയോട് ഞാൻ പറയുകയാണ്. ഓക്കെ, അതായത് ഇന്ന് നമ്മുടെ അനുമോളുടെ ഫാമിലി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുന്ന തെളിവ്, ഞാൻ വെറുതെ അല്ല പറയുന്നത്, എൻ്റെ കയ്യിൽ വീഡിയോ ക്ലിപ്പ് അടങ്ങുന്ന അതിൻ്റെതായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ചുമ്മാ അല്ല ഞാൻ വിഷയം പറഞ്ഞത്, അതൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഒരു കാര്യം പറയുകയാണ്, ഇതൊരു ഗെയിമല്ലേ. ഈ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ലാലേട്ടന് ഭീഷണി കൊടുക്കാൻ നിങ്ങളായോ? അങ്ങനെ ഞാൻ പറയുകയാണ്. അതായത് വളരെ വളരെ മോശമാണ്. 100% ഞാൻ ലാലേട്ടന് സപ്പോർട്ട് കൊടുക്കുന്നു. ബിഗ് ബോസിൻ്റെ ഒരു സീസൺ മുതൽ 7 സീസൺ വരെ അവിടെ ലവും കോംബോ എല്ലാം ഉണ്ടായി. ലാലേട്ടൻ എല്ലാവർക്കും, ജാസ്മിൻ, ഗബ്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ലാലേട്ടൻ സപ്പോർട്ട് കൊടുത്തതാണ്. അതുപോലെ മാത്രമാണ് അനീഷിനും ലാലേട്ടന് സപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് ലാലേട്ടനെ ഭീഷണി തരാൻ നിങ്ങളാരും ആയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഏറ്റവും അവസാനം വന്ന പ്രൊമോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം അനുമോളുടെ ഫാമിലി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അക്ബർ, യു ആർ സേവ്ഡ്. അവിടെ ഇരുന്നോളൂ. അനീഷ്, നിൽക്കണോ പോണ? എനിക്കിരിക്കണം. ഇരുന്നോളൂ. ഏറ്റവും വലിയ സുഹൃത്തല്ലേ അടിയത്തിൽ നിൽക്കുന്നത്, അയാളെ പിടിച്ചിരുത്താൻ തോന്നുന്നുണ്ടോ? ഓ പിന്നെ തീർച്ചയായിട്ടും. എഴുതിക്കോളൂ. ഇനിയുള്ള 3 പേർ. നിങ്ങൾ 3 പേരിൽ ഒരാൾ ഫിനാലെ വീക്കിൽ മത്സരിക്കാനാകാതെ വിട പറയും. ഇതാണ് മക്കളെ ഏറ്റവും അവസാനം വന്ന പ്രൊമോ. 100ൽ 101% സാബുമോനാണ് പുറത്തായത്. ഓക്കെ, നമുക്കപ്പോൾ വിഷയത്തിലേക്ക് അടക്കാം. ഒന്നൊന്നായി ചർച്ച ചെയ്യാം. അനുമോളുടെ ഫാമിലി പറയുന്ന വീഡിയോ ക്ലിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം. അതായത് അനുമോളെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേദനയായ ഒരു വീഡിയോ ക്ലിപ്പാണ് അത്. നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ തെളിവ് വെക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷിച്ചിരിക്കും കേട്ടോ. ഈ സന്തോഷമാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ലാലേട്ടൻ പറഞ്ഞില്ല സമയം എടുക്കാനൊക്കെ. എന്തിനു എനിക്ക് സമയമൊന്നും വേണ്ട കഷ്ടപ്പെടാനൊന്നും. ഒരു നിമിഷം മതി, സെക്കൻഡ് മതി എനിക്ക്. എൻ്റെ സ്വഭാവം കൂടെ അറിയണം. പക്ഷെ പുള്ളി നല്ല സ്വഭാവം എല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഉള്ളിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലേ, നമുക്ക് അത് നന്നായിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൂടെ നോക്കണ്ടേ. എനിക്ക് ആട് കയറണ്ട കേട്ടാ. ഭയങ്കര ടെൻഷൻ. മനുഷ്യരെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആലോചന വരില്ല ഇങ്ങനെയാണെങ്കിൽ. കേട്ടല്ലോ നിങ്ങൾ. അനുമോൾ പറയുന്നുണ്ട് ആതിരയോട്, ഇവിടെ നിന്ന് ഞാൻ പുറത്തായി കഴിഞ്ഞാൽ എനിക്ക് നല്ല ആലോചന വരോ അനീഷ് കാരണം. അതിൻ്റെ താഴെ വന്ന കമൻറ്റ് മക്കളെ നിങ്ങൾ അതൊന്ന് കാണണം. മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ ബ്രോക്കർ ആവേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അനുമോൾക്ക് അനീഷിനെ കൊടുക്കാനുള്ള ഗതികേട് ആയിട്ടില്ല. പാവം പെൺകുട്ടിയുടെ ലൈഫ് വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിക്ക് നല്ല അഭിമാനമുണ്ട്. അതായത് ഇത് അനുമോളുടെ ഫാമിലി ഇട്ട കമൻ്റാണെന്ന് നമുക്ക് പറയാം. ഏറ്റവും അവസാനം പറയുന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് നല്ല അഭിമാനമുണ്ട്. നിങ്ങൾക്ക് നാണമുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം, ബിഗ് ബോസിൻ്റെ ഒരു സീസൺ മുതൽ 7 സീസൺ, അതായത് ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ പേഴ്സണലി 4 സീസൺ മുതലാണ് കാണാൻ തുടങ്ങിയത്. നമ്മൾ ചെറുപ്പല്ലേ, എനിക്കിപ്പോൾ 10-21 വയസ്സായത്, അപ്പോൾ 22 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവരോട് പറയുകയാണ്, ലാലേട്ടൻ എല്ലാ ലവ് കോംബോക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഷോയുടെ രീതി എങ്ങനെയാണ്, അത് മാത്രമാണ് ഇവിടെ ലാലേട്ടൻ ചെയ്തത്. അതിന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് ഏതായാലും എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ അനുമോളുടെ ഫാമിലിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, 16 ലക്ഷത്തിന്റെ PR ഇല്ല. അപ്പൊ PR ഉണ്ട്. PR ഉണ്ട്, അവള് പറഞ്ഞ സത്യമാണ്. PR ഉണ്ട്. അത് സംഭവിച്ചു. ഓഫ്കോഴ്സ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഓരോരോ ജോലികളുണ്ട്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് കോപ്പറേറ്റ് ഇഷ്യൂം കാര്യങ്ങളും വരാതെ നോക്കാൻ ടെക്നിക്കൽ പരമായിട്ട് ഒരാളെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതില്ല നമ്മൾ പറയത്തില്ല. അപ്പൊ നമ്മൾ കേട്ടിരിക്കുന്നു 16 ലക്ഷത്തിന് അനു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതുണ്ടോ? ഇല്ല ഒരിക്കലും കാശിന്, അവള് കാശിന് വേണ്ടി അവിടെ പോയത്, ഫെയിമിന് വേണ്ടി അല്ല. കേട്ടല്ലോ നിങ്ങൾ, പോയത് കാശിനാണ്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇപ്പൊ ലാസ്റ്റ് ഡേ അല്ലേ, ഇപ്പം ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും വോട്ടിന് വിളിക്കുന്നപ്പം കുറെ പേര് ഇങ്ങനെ ചോദിക്കും 16 ലക്ഷത്തിന് PR കൊടുത്തേക്കല്ലേ. എനിക്കറിയില്ല 16 ലക്ഷത്തിന് PR കൊടുത്താൽ വോട്ട് കിട്ടുമെന്നുള്ളത്. അത് എവിടെ കിട്ടിയെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു വാക്ക് 16 ലക്ഷം അത് എങ്ങനെയാണ് അവള് വന്നാലേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെയാണ്. അത് എങ്ങനെ കിട്ടി നിങ്ങൾ ചോദിക്കണ്ട, അവൾ തന്നെ ബിന്നിയോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളും കേട്ടതാണ് അല്ലേ.
നിങ്ങൾ കേട്ടില്ലേ ഒരു എപ്പിസോഡിൽ ബിന്നിയോട് ഈ പറയുന്ന അനുമോളാണ് പറഞ്ഞത് 16 ലക്ഷം ചെലവാക്കിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. ഞാനിവിടെ ആർക്കും സപ്പോർട്ടല്ല കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയാം അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനീഷിന് എല്ലാവരും, അതായത് ശരിയും തെറ്റും നമ്മൾ പറയും. ലാലേട്ടനോട് ചെയ്തത് വൃത്തികേടാണ്, അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എങ്ങനെയാണ് കറക്റ്റ് കാര്യം, അവൾ വന്നാലേ അത് കറക്റ്റ് കാര്യം നമുക്ക് അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. എന്താണ് ശരിക്കും പിആറിനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, ഇപ്പൊ നമ്മൾ അറിയാതെ ആരെങ്കിലും അത് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയവരാരെങ്കിലും പറഞ്ഞതാണോ, അത് പറഞ്ഞ ആള് കള്ളം പറഞ്ഞതാണോ എന്നുള്ളത് അവള് വന്നാലേ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഓഹോ, കള്ളം പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾക്ക് അതിനങ്ങനെ ആക്കി തീർക്കാം. അനുമോൾ കള്ളം പറഞ്ഞു എന്ന്. എന്താ അല്ലേ, പറയുമ്പോൾ ഇത്തിരിയെങ്കിലും ബോധം വേണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് അനുമോളുടെ ഫാമിലിയോട് ചോദിക്കാം, അനീഷും അനുമോളും പ്രേമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരം: അനീഷും അനുമോള് പുറത്ത് വന്നതിന് ശേഷം കല്യാണം അപ്രോച്ച് വന്നാൽ നിങ്ങൾ സമ്മതിക്കോ? അത് അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്തു. ഓ, ഇപ്പൊ അങ്ങനെ പറഞ്ഞു. അതായത് നല്ല കാഞ്ഞ ബുദ്ധിയാണ്. ഓക്കെ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അനീഷിന് വോട്ട് പോകും, അതുകൊണ്ട് സമ്മതിക്കൂ എന്ന് പറഞ്ഞു. നീ ഇവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നല്ല, നീ ഗെയിം കളിക്കാൻ വന്നത്. നീ എന്തിനാ എന്നിട്ട് അവള് പറയുന്നത് അവള് പറഞ്ഞത് ചേച്ചി ഇവിടെ ആർക്കും കുക്കിംഗ് അറിയത്തില്ല, എനിക്കും ബിന്നിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും കഴിക്കണ്ടേ ചേച്ചി, ഇത്രയും പേര് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ, അതിനു വേണ്ടിയിട്ടാ കുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കുക്കിംഗ് ഒക്കെ കൊള്ളാം, വേണ്ടെന്നല്ല, പക്ഷെ നീ ഗെയിം കളിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നു, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അതായിരുന്നു നമ്മൾ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഹോ, ഞങ്ങൾ വിശ്വസിച്ചു. ഓക്കെ, ഞങ്ങൾ കാണുന്ന ബിഗ് ബോസ് മമ്മൂട്ടിയുടെ അടുത്ത് അല്ല, ഡിഫറൻറ്റ് ഇല്ലേ, ഇവർ പറയുന്നത് കാര്യം നമ്മൾ കാണുന്നില്ല. എന്താ അല്ലേ? ഓക്കെ, എന്താണ് ഈ വിഷയത്തിൽ സിയാസ് കരീം കുറച്ച് പ്രതികരിക്കുന്നുണ്ട് അനീഷിന്റെ ലവ് കോംബോയെ കുറിച്ച്. ജസ്റ്റ് നമുക്കതൊന്ന് ചോദിച്ചു നോക്കാം. ലവ് ട്രാക്ക് അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആര് സെറ്റ് ചെയ്യണം? സിയാസ് കരീമിന് ബോധം ആയിട്ടില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതേ സിയാസ് കരീമിന് അറിഞ്ഞില്ല. എന്താണ് സീസൺ 6 അഭിഷേകിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അനുമോള് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിൽക്കുന്ന കണ്ടു. കാരണം നിങ്ങൾ അത് കണ്ടറിയിച്ച് അനീഷേട്ടൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ അനുമോള് ഒരു ഭയങ്കര ഷോക്കായ രീതിയിലാണ് നിൽക്കുന്നത്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തത്, ഭയങ്കര ബ്ലഷ് ഒക്കെ ചെയ്തിട്ട് ആള് നിൽക്കുന്നത്. അപ്പൊ അത് പ്ലാൻഡ് അല്ല. മേ ബി അനീഷേട്ടൻ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ വോട്ട് കിട്ടുന്ന തോന്നിക്കാണും. നല്ല ചെക്കനാണ്, മണിമണിയായാണ് ഉത്തരം പറയുന്നത്. എൻ്റെ പൊന്നാര ചെക്ക, നീ ഈ വീഡിയോ ക്ലിപ്പ് കാണ്. എല്ലാ പരിപാടി ഒപ്പിച്ചതും ഈ പറയുന്ന അനുമോളാണ്. അതിനുശേഷം അനീഷിന്റെ തല കിട്ടൂന്ന് മാത്രം. ഓക്കെ അല്ലേ, ഞാൻ പറയുന്നത് സത്യമല്ലേ? സാധാരണക്കാരായ പ്രേക്ഷകരാണ് പ്രതികരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരായിരിക്കും അല്ലേ? നമ്മൾ പറയുന്ന വിഷയം ശരിയില്ലേ? പൊന്നാര പ്രേക്ഷകരെ, ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് ലാലേട്ടനൊക്കെ തെറി വിളിക്കാൻ ആരുമായിട്ടില്ല. ഓക്കെ, അനുമോളായാലും അനീഷിന്റെ ഫാനായാലും ആരായാലും ലാലേട്ടന് നമ്മളെല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഞാൻ ചർച്ച ചെയ്തത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അനുമോൾക്ക് വേണ്ടി ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയാൽ ലാലേട്ടനെ നമുക്ക് ഒരക്ഷരം പറയേണ്ട അവകാശം ആർക്കുമില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയുമായി ഉടൻ വരാൻ ഞാൻ. ഓക്കെ, ബൈ.